കോട്ടയം ജില്ലയിൽ 4500 ഏക്കർ ഭൂമി ദേവസ്വത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ കോട്ടയത്ത് പറഞ്ഞു. ദേവസ്വത്തിന് സ്വർണം മാത്രമല്ല ഭൂമിയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരനാണ് മാധ്യമപ്രവർത്തകരോട് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. എരുമേലി ദേവസ്വത്തിൻ്റെയും പശ്ചിമ ദേവസ്വത്തിൻ്റെയും കീഴിലുള്ള 4500 ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കേസ് നിലനിന്നിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് സ്വർണം മാത്രമല്ല, ഭൂമി, എത്രയോ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ തന്നെ എരുമേലി ദേവസ്വത്തിൻ്റെയും പശ്ചിമ ദേവസ്വത്തിൻ്റെയും 4500 ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടത്. അത് സംബന്ധിച്ച് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ കാഞ്ഞിരപ്പള്ളി കോടതി കേസ് ഫയൽ ചെയ്തു. അടുത്ത പ്രസിഡന്റ് വന്നപ്പോൾ അത് പിൻവലിച്ചു. അതെന്താ കാര്യം? വളരെ വ്യക്തമാണ്. സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ ദേവസ്വത്തിൻ്റെ ഭൂമി സംബന്ധിച്ചുള്ള ആധാരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ രാജമാണിക്യം കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ ദേവസ്വം ബോർഡ് രേഖകൾ കാണുന്നില്ല. അന്യാധീനപ്പെട്ടു പോയ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, ദേവസ്വം ഭൂമിയുണ്ട്. സ്വർണം മാത്രമല്ല, സ്വർണം നഷ്ടപ്പെടുന്നു, തിരുവാഭരണം നഷ്ടപ്പെടുന്നു, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുന്നു, ഭൂമി നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുകയാണ്. ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും രണ്ടാക്കിയപ്പോൾ ദേവസ്വത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നിശ്ചയിച്ചതാണ്. കവനൻ്റ് അനുസരിച്ച് നഷ്ടപരിഹാരം നിശ്ചയിച്ചിട്ടുണ്ട്. 80 ലക്ഷം രൂപ കൊടുക്കേണ്ടതാണ്. പക്ഷെ 3 വർഷമായിട്ട് കൊടുക്കുന്നില്ല.